ഹായ് ഓൾ. അപ്പോൾ നമ്മൾ 2020 സെപ്റ്റംബർ ക്വസ്റ്റ്യൻസ് ആണ് PYQs ആണ് ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു 30 ക്വസ്റ്റ്യൻസോളം അതിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫൈനൽ 10 ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ദ ബാങ്ക് ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻ ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ് വിത്ത് എഫക്റ്റ് ഫ്രം, അതായത് BCTT ബാങ്ക് ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻ ടാക്സ് ഏത് മുതലാണ് എന്തായിട്ടുള്ളത് ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുള്ളത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? സോ എനി ഗസ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെഗ്നോറേജ് ഇൻ ബാങ്കിങ് മീൻസ്. സെഗ്നോറേജ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ RBയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആക്ച്വലി എന്താണ്, പ്രോഫിറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേമാണ് സെഗ്നോറേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു നോട്ട് ഇഷ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ RBI ഒരു നോട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കറിയാം ആ ഒരു നോട്ടിൻ്റെ വാല്യൂം അതുപോലെ തന്നെ ഈ നോട്ട് അടിച്ചിറക്കാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ കോസ്റ്റും തമ്മിൽ എന്തായിരിക്കും, എൻ്റർലി ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ കോയിൻസിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അണ്ടറിലാണല്ലേ, 1 റുപ്പീസ് ഒഴികളിലെ. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവാം, അവിടെ കോയിൻസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കോയിൻസ് നമുക്കറിയാം, കോയിൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവൂലേ എന്താണ്, 1 റുപ്യല്ല അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നില്ല. ഒരു രൂപയുടെ കോയിൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, 1 രൂപേൻ്റെ വാല്യൂ അല്ല അത് ഇഷ്യൂ ചെയ്യാൻ നമുക്ക് വേണ്ടി വന്നിട്ടില്ലല്ലേ. അവിടെ എന്തുണ്ട്, അതിൻ്റെ ഫേസ് വാല്യൂം അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, RBIൻ്റെ ഫിനാൻസിൻ്റെ റിലേറ്റ് ചെയ്തല്ലേ, RBIൻ്റെ എന്താണ് പ്രോഫിറ്റ് റിലേറ്റ് ചെയ്ത് നമ്മൾ ടേം യൂസ് ചെയ്യുന്നതാണ് സെഗ്നോറേജ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഒരു സെഗ്നോറേജിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക ഇതായിരിക്കും, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫേസ് വാല്യൂ ഓഫ് ദി മണി ആൻഡ് ദി കോസ്റ്റ് ഓഫ് ദി പ്രൊവൈഡിങ് ഇറ്റ്. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് തന്നിട്ട് ദ കോൺസെപ്റ്റ് ഈസ് കോൾഡ് ആസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, സോ ദാറ്റ് ഈസ് കോൾഡ് ദ സെഗ്നോറേജ് ഇൻ ദി ബാങ്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഈ സെഗ്നോറേജ് ഇൻ ദി ബാങ്ക് മീൻസിൽ വരുന്ന എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് ഇക്കണോമിക് കോസ്റ്റ് ഓഫ് ദി പ്രൊവൈഡിങ് എ കറൻസി വിത്തിൻ ഗിവൺ ആൻ ഇക്കോണമി, അത് കറക്റ്റാണ്. ദെൻ സെക്കൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫേസ് വാല്യൂ ഓഫ് ദി മണി ആൻഡ് ദി കോസ്റ്റ് ഓഫ് ദി പ്രൊവൈഡിങ് ഇറ്റ്, അത് കറക്റ്റാണ്. ദെൻ സി ദ കോസ്റ്റ് ഇൻവോൾവ് ഇൻ റൺ ഇൻ ATM, അതെന്തില്ല വരുന്നുണ്ടാവില്ല. ദ കോസ്റ്റ് ഓഫ് ദി ബാങ്ക് ഇൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഇൻ ആൻ ഇക്കോണമി, അതും എന്ത് ചെയ്യുന്നില്ല, ഇതിൽ വരുന്നുണ്ടാവില്ല. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് AB ആണ്. സോ D ഇസ് ദ കറക്റ്റ് ആൻസർ, D ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Okay, then 33. Arrange the following chronological order. ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? റാഷണൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട്, മോണിറ്ററിസം ഉണ്ട്, കെയ്ൻസ് ഉണ്ട്, ക്ലാസിക്കൽ ഇക്കണോമിക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആദ്യം വന്നിട്ടുണ്ടായിരിക്കാം? ഇനി ഗസ്? അത് നമുക്ക് പറയാൻ തക്കത്തോളൊന്നുമില്ല. നമ്മളെ ക്ലാസിക്കൽസ് തന്നെയാണ് എന്ത് പറയുന്നത് ആദ്യം വന്നിട്ടുണ്ടാവുക അല്ലേ. ക്ലാസിക്കലല്ല ആദ്യം വന്നിട്ടുണ്ടാവാം. സോ ക്ലാസിക്കലാണ് എന്ത് പറയുന്നത് ആദ്യം വന്നിട്ടുണ്ടാവുക അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് വൺ ഈസ് ക്ലാസിക്കൽ അല്ലേ. ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ 80th and 90th സെഞ്ച്വറിയിലേക്കാണ് എന്ത് പറയുന്നത് ക്ലാസിക്കൽസ് വരുന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ക്ലാസിക്കൽ എന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് ക്ലാസിക്കൽ കഴിഞ്ഞിട്ട് ആരാ വരുന്നത്, കെയ്ൻസ് ആണല്ലേ വരുന്നത്, സോ 1936 അദ്ദേഹത്തിന് ഏതാണ് ജനറൽ തിയറി ഓൺ 1936 ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണിയിലാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. ദെൻ റാഷണൽ എക്സ്പെക്റ്റേഷൻ ആണോ എന്ത് മോണിറ്ററിസം ആണോ അടുത്ത് വരുന്നത് മോണിറ്ററിസം ആണ്. ഫാദർ ഓഫ് മോണിറ്ററിസം എന്നറിയപ്പെടുന്ന ആരാണ്? 1950 അല്ല 1950 to 1970 ആണ് കേട്ടോ വരുന്നത്. 1950 to 97 ആണ് എന്ത് വരുന്നത്, മോണിറ്ററിസം വരുന്നത് കേട്ടോ. ഫാദർ ഓഫ് മോണിറ്ററിസം അറിയപ്പെടുന്നത് മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. ഇൻഫ്ലേഷൻ ഈസ് എവരിവെയർ ആൻഡ് ഓൾവേസ് എ മോണിറ്ററി ഫിനോമിനൻ. ഇൻഫ്ലേഷൻ ഇക്കണോമിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ എപ്പോഴത്തെയും റീസൺ എന്ത് മാത്രമായിരിക്കും, മണി സപ്ലൈ ആയിരിക്കും അല്ലേ. സോ അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മോണിറ്ററിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ നമ്മൾ പറയുന്നുണ്ട് MV=PT അല്ലേ. MV=PT ആയിരിക്കും എന്താണ്, വിയും ടിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും, പിയും അതുപോലെ തന്നെ പ്രൈസും തമ്മിൽ, അതായത് വെലോസിറ്റി സർക്കുലേഷൻ ഓഫ് മണിയും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഓഫ് ദി ഔട്ട്പുട്ട് അല്ലേ. ടോട്ടൽ ഔട്ട്പുട്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും, മണി സപ്ലൈയും അതുപോലെ തന്നെ എന്താണ് പ്രൈസ് ലെവൽ എന്തായിരിക്കും, ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. മണി സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് ലെവൽ കൂടുന്നു, മണി സപ്ലൈ കുറയുമ്പോൾ പ്രൈസ് ലെവൽ കുറയുന്നു അല്ലേ. ഓക്കെ, ഇവിടെ എന്താണ് മോണിറ്റർസ് എന്ന് പറയുന്നത് മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. അവരുടെ കാലഘട്ടം വരുന്നത് 1950 to 1970 ആണ് വരുന്നത്. ദെൻ റാഷണൽ എക്സ്പെക്റ്റേഷൻ ആരൊക്കെ വരും, റോബർട്ട് ലൂക്കാസും വരും, അതുപോലെ തന്നെ ആര് വരും, അതുപോലെ തന്നെ തോമസ് സർജൻറ്റും വരും കേട്ടോ. റോബർട്ട് ലൂക്കാസും അതുപോലെ തന്നെ ആര് വരും, തോമസ് സർജൻറ്റ് വരും. അവരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്തായിരുന്നു, 1970 to 1980 ആണ് കേട്ടോ. 1970 to 1998 ആണ് എന്ത് പറയുന്നത് നമ്മുടെ
റാഷണൽ എക്സ്പെക്ടേഷൻ. റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി, അതായത് ഒരു മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു കൺസ്യൂമറെ സംബന്ധിച്ചോളം എന്തായിരിക്കും, അയാൾക്ക് എന്തായിരിക്കും മാർക്കറ്റിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓൾ എന്താണ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എന്താണ് ഇൻഫർമേഷൻ അയാൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയാം, റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് ക്ലാസിക്കലാണ്, സെക്കൻഡ് എന്താണ് കെയ്ൻസ് ആണ് അല്ലേ. അപ്പോൾ ഡി ബി ആൻഡ് സി ഏറ്റവും മൂന്നാമത് വന്നത് മോണിറ്ററിസം ആണ്. ദെൻ എ ആണ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ളത്. സോ ഏതാണ് കറക്റ്റ് ആൻസർ? DBCA. DBCA said D is a correct answer. D is a correct answer. D is a correct answer. And which one of the following statement is wrong? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് wrong? 67% of the Indian agricultures are the marginal land holders with less than 1 hectares. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആട്ടോ. The 10% of the agriculture have the 10 hectares or the more. ഒരിക്കലില്ല, 10% അല്ല, 10 hectares ഓർ മോർ എന്ന് പറയുന്നത് ഏകദേശം 10 hectares ഓർ മോർ വരുന്നത് ഏകദേശം ഇന്ത്യയിൽ ലെസ് ദാൻ 1% എന്താണ് ലാൻഡ് ഹോൾഡേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം 0.5-ൻ്റെയും അതുപോലെ തന്നെ എന്താണ് 0.5-ൻ്റെയും അതുപോലെ തന്നെ 1%-ൻ്റെയും ഇടയ്ക്കുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ത് വരുന്നത് 10 hectares അതുപോലെ തന്നെ അതിന് മോറും എന്തുള്ളത് ലാൻഡ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇൻകറക്റ്റ് ആണ്. ഇൻ ദി റൂറൽ സെക്ടർ ലാൻഡ് ഇസ് എ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഇൻകം. ഓഫ് കോഴ്സ് ആണല്ലേ, ലാൻഡ് ഉള്ളതുകൊണ്ടാണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷനും അതിൻ്റെ എന്താ പറയുക അലൈൻ ആക്ടിവിറ്റീസും അത് റിലേറ്റ് ചെയ്ത എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ആ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് അവർക്ക് ഇൻകവും എല്ലാം റിലേറ്റ് ചെയ്യുന്ന എന്താണ് നമ്മുടെ റൂറൽ സെക്ടറിൽ എന്താണ് അഗ്രികൾച്ചറാണ്. സോ അഗ്രികൾച്ചറിനെ റിലേറ്റ് ചെയ്യുന്ന എന്താണ് ലാൻഡ് തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാം, സോ ഇൻകം എന്ന് പറയുന്നത് ലാൻഡ് എന്താണ് പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ദി ഇൻകം ആണെന്ന് നമുക്ക് പറയാം. ഡ്യൂ ടു ദ ഹൈ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ദ ആവറേജ് സൈസ് ഓഫ് ദി ലാൻഡ് ഹോൾഡിംഗ് സ്മോളർ. അതായത് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് എന്താവും ഓരോ പേഴ്സണും കിട്ടുന്ന എന്തായിരിക്കും ലാൻഡിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ത് ചെയ്യും കുറഞ്ഞു വരും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ, ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ആൻഡ് ദ 35 ക്വസ്റ്റ്യൻ എന്താണ് ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? ദ റേറ്റ് അറ്റ് വിച്ച് ദ പോപ്പുലേഷൻ ഇൻക്രീസിങ് പെർ 1000 per annum. അതായത് റേറ്റ് അറ്റ് വിച്ച് ദ പോപ്പുലേഷൻ ഇൻക്രീസ് പെർ 1000 per annum ആണ്. റേറ്റ് അറ്റ് വിച്ച് ദ ബർത്ത് റേറ്റ് ഇൻക്രീസ് പെർ 1000 per annum ആണ്. ബർത്ത് റേറ്റ് ആണ് പറയുന്നത്, ഇവിടെ പോപ്പുലേഷൻ ഇൻക്രീസിങ് ആണ് പറയുന്നത്, ഇവിടെ ബർത്ത് റേറ്റ് ആണ് പറയുന്നത്. റേറ്റ് അറ്റ് വിച്ച് ദ പോപ്പുലേഷൻ ഇൻക്രീസ് എന്താണ് 10,000 per annum ആണ്. 10,000 per annum ആണ്. ദ റേറ്റ് അറ്റ് വിച്ച് ദ ഫെർട്ടിലിറ്റി റേറ്റ് ഇൻക്രീസിങ് പെർ annum ആണ് അല്ലേ. സോ ഇവിടെ എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ട്രിക്കി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്താണ് രണ്ട് ഓപ്ഷൻസ് ഒരേപോലെ വന്നിട്ടുണ്ടോ, ഒന്ന് 1000 per annum, ഒന്ന് 10,000 per annum ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒരു ബ്ലൂ ടിക്ക് ചെയ്യാം നമുക്ക്. കാരണം എന്താണ് ഇതൊരു റിവ്യൂ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എന്താണ് ഈ 1000 ആണോ 10,000 ആണോ നോക്കിയാൽ മതി. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1000 ആണ്. ദ റേറ്റ് അറ്റ് വിച്ച് ദ പോപ്പുലേഷൻ ഇൻക്രീസ് പെർ annum ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. So 36. According to the Economic Survey 2019, the top 5 trading partners of India continues to be USA, China and UAE. ഇനി ആരൊക്കെ വരുന്നത്? സോ ഒന്നും നമുക്ക് നോക്കാമല്ല, സൗദി അറേബ്യയും അതുപോലെ തന്നെ ഹോങ്കോങ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. സോ എ ബി ഇസ് എ കറക്റ്റ് ആൻസർ, സി ഇസ് എ കറക്റ്റ് ആൻസർ. സോ മാച്ച് ദ ഫോളോയിങ്, അതായത് 37th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. സോ മാച്ച് ദ ഫോളോയിങ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, നമുക്കിതിവിടെ ചെയ്യാം. സോ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഇൻ്റർനാഷണൽ ട്രേഡ് ആരുടെയാണ്? നമ്മുടെ ആഡം സ്മിത്തിൻ്റെ ആണ് അല്ലേ. ആഡം സ്മിത്ത് ആണ്. എന്ന് പറയുന്നത് എന്താണ് 3 ആണ് അല്ലേ. ദെൻ ഫാക്ടർ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഫാക്ടർ എൻഡോമെൻ്റ് അല്ലെ ഫാക്ടർ ഇൻറ്റൻസിറ്റി, ഫാക്ടർ അബൻഡൻറ്റ് തിയറി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? എക്ഷർ ഓയിൽ മോഡലാണ് അല്ലേ. സോ ബി ഇവിടെ 8 എന്ന് കൊടുത്തിട്ടുള്ളത് ബി ആണ് കേട്ടോ. ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓഫർ കർവ് ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? ഓഫർ കർവ് റിലേറ്റ് ചെയ്യുന്നത് എന്താണ്? മാർഷൽ ആയിട്ടാണ് ഓഫർ കർവ് റിലേറ്റ് ചെയ്യുന്നത്. ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓൺ ദി ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് ഹെബർലലുമായിട്ടാണ് കേട്ടോ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നുണ്ടാവുക? സോ എ എന്ന് പറയുന്നത് 3 ആണ്. എ എന്ന് പറയുന്നത് 3 2 ഓപ്ഷൻസ് ആണുള്ളത്, ഒന്ന് ബിയും ഒന്ന് ഡിയും. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാൻ സുഖമാണ്. എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 2 എണ്ണത്തിലാണുള്ളത്, ഒന്ന് ബിയിലും ഡിയിലാണ്. അപ്പോൾ മറ്റേത് എന്ത് ചെയ്യാം, നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ദാറ്റ് ഈസ് എലിമിനേഷൻ മെത്തേഡ്. ഇനി നമുക്ക് എയും ബിയും മാത്രം നോക്കിയാൽ മതി. എന്താണ്? ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി ഓർ ഫാക്ടർ അബൻഡൻസ്, ഫാക്ടർ എൻഡോമെൻറ്റ് തിയറി എന്നറിയപ്പെടുന്നത് എക്ഷർ ഓയിൽ മോഡലാണ്. ബി എന്ന് പറയുന്നത് എന്താണ്? 1 ആണല്ലേ. ബി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ബി എന്ന് പറയുന്നത് 1 വരുന്ന ഏതാണ്? ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. സി എന്ന് പറയുന്നത് എന്താണ്? 4 ആണല്ലോ. ഓഫർ കർവ് എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്നത് ഇങ്ങനെ 4 ആവുന്നത്. ഒരു മിനിറ്റ്. എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ഓക്കെ ഡി അല്ല വരുന്നത്. എ എന്ന് പറയുന്നത് എത്രയാണ്?
3 ആണെന്ന് നമുക്കറിയാം. അതുപോലെ ബി എന്ന് പറയുന്നത് 1 ആണല്ലേ. ഫാക്ടർ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ എന്താണ് ഫാക്ടർ എൻഡോമെൻ്റ് തിയറി എന്ന് പറയുന്നത് എക്സ്ട്രോയിൽ മോഡലാണ്. സി എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്കറിയാം അല്ലേ. സി ഓഫർ കർവ് എന്ന് പറയുന്നത് എന്താണ് ആൽഫ മാർഷലാണെന്ന് നമുക്കറിയാം. ദെൻ ഡി എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും 4 ആണ്. ദാറ്റ് മീൻസ് ഹെബർലർ ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ബി ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ. സോ ദ ഗവൺമെൻറ് മൾട്ടിപ്ലയർ ഗിവൺ ബൈ ദി ഗവൺമെൻറ്റിൻ്റെ മൾട്ടിപ്ലയർ എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 1 - MPC ആണല്ലേ. 1 ഡിവൈഡഡ് ബൈ 1 - MPC. ഇനീഷ്യലായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലയർ എമൗണ്ട് എന്തുണ്ടായിരിക്കും? ഇൻകം ഇൻക്രിമെൻറ്റ് ഉണ്ടാവും. ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ മൾട്ടിപ്ലയർ എഫക്റ്റിൽ പറയുന്നത് അല്ലേ. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ വൈ ബൈ എന്തായിരിക്കും? ഡെൽറ്റ വൈബിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡെൽറ്റ ഇൻകം ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ഡെൽറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം അല്ലേ. അതാണ് ആക്ച്വലി എന്ത് പറയുന്നത് നമ്മുടെ എന്തിൽ പറയുന്നത്. ഓക്കെ, അതാണ് ആക്ച്വലി എന്തിൽ പറയുന്നത് നമ്മുടെ മൾട്ടിപ്ലയർ പറയുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത് പറയുന്നത് നമ്മുടെ ആക്സിലറേറ്റർ മോഡൽ അല്ലേ. എന്താണ് ആക്സിലറേറ്റർ മോഡൽ പറയുന്നത്? ഡെൽറ്റ ഐ ബൈ എന്തായിരിക്കും? ഡെൽറ്റ വൈ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇനീഷ്യലി ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ആക്ച്വലി ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്ന, മറിച്ച് ഇനീഷ്യലി ഉണ്ടാകുന്ന ഇൻകമാണ് ആക്ച്വലി എന്തുണ്ടാക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഇതാണ് എന്ത് പറയുന്നത് ആക്സിലറേറ്റർ മോഡൽ. ആര് പറയുന്നത്? ജെ ബി ക്ലാർക്ക്. ആക്സിലറേറ്റർ മോഡൽ ആര് പറഞ്ഞത്? ജെ ബി ക്ലാർക്ക്. ഇതെന്താണ്? കെയ്ൻസ് ആണല്ലേ. സോ നമ്മൾ ടാക്സ് മൾട്ടിപ്ലയർ കണ്ടുല്ലേ കഴിഞ്ഞ ക്ലാസ്. ടാക്സ് മൾട്ടിപ്ലയർ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും അല്ലേ. -MPC ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? -MPC ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 1 - MPC ആയിരിക്കും അല്ലേ. നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും? ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ എഫക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഗവൺമെൻറ് മൾട്ടിപ്ലയറിൻ്റെ എഫക്റ്റിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും എന്ന് നമ്മൾ കണ്ടു അല്ലേ. അതായത് ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ എഫക്റ്റ് എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. എന്തിനേക്കാൾ? ഗവൺമെൻറ് മൾട്ടിപ്ലയർ എഫക്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ള ഗവൺമെൻറ് മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ കാണാനാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമുക്കൊരു പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിൻ്റെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മൾട്ടിപ്ലയർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെൽറ്റ ജി ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളോട് പറയുകയാണെന്താണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഒരു 100 crores എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമുക്കറിയാം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ ഇക്കണോമിയിൽ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാണ്, മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ MPC എന്ത് ചെയ്തിട്ടുണ്ട്? MPCൻ്റെ വാല്യൂ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? MPCൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.75 എന്ന് തന്നിട്ടുണ്ട്. 0.75 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. 0.75 എന്ത് ചെയ്തിട്ടുണ്ട്? 3 അല്ല, ഈസ് 5. It's 5. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ MPC എന്ത് ചെയ്തിട്ടുണ്ട്? 0.75 തന്നിട്ടുണ്ട്. 0.75 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് MPS കാണാമല്ലേ. 0.25 ആണല്ലേ. അപ്പോൾ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 0.25 ആയിരിക്കും അല്ലേ. ഒന്നിക്കുക 1 ഡിവൈഡഡ് ബൈ 1 - MPC അല്ലെങ്കിൽ 1 ഡിവൈഡഡ് ബൈ MPS ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കിട്ടും. എന്തായിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ദാറ്റ് മീൻസ് ഇനീഷ്യലി ഗവൺമെൻറ് 100 crores ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നടത്തുകയാണെങ്കിൽ അതിൻ്റെ 4 times എന്തിൽ മാറ്റം വരും? നമ്മുടെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP മാറ്റം വരും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 4 കിട്ടിയിട്ടുണ്ട്. നമുക്ക് തരാം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വന്നിട്ടുള്ള ചേഞ്ച് ഡെൽറ്റ ജി ആണ് നമുക്ക് തരാം കേട്ടോ. ഡെൽറ്റ ജി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ അല്ല, മറിച്ച് ചേഞ്ച് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നമുക്ക് വേണം. ചേഞ്ച് വേണം. അതായത് ഇവിടെ ആണെങ്കിലും ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡ്സ് ടു ദ ചേഞ്ച് ഇൻ ഇൻകം ആണ്. അപ്പോൾ ചേഞ്ച് അവിടെ വേണം. ഡെൽറ്റ ഉണ്ടെങ്കിൽ മാത്രമേ മൾട്ടിപ്ലയർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഡെൽറ്റ ഉള്ളിടത്ത് മാത്രമേ MPC നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ചേഞ്ച് ഇൻ ഇൻകം ലീഡ്സ് ടു ഹൗ മച്ച് ചേഞ്ച് ഇൻ ദി കൺസംഷൻ ആണ് MPC പറയുന്നത്. അപ്പോൾ ചേഞ്ച് ഉള്ളിടത്ത് മാത്രമേ നമുക്ക് മൾട്ടിപ്ലയർ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാൻ? ചേഞ്ച് ഇൻ എന്ത് ചെയ്യാണ്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ തരാണ്, പ്ലസ് നമുക്ക് MPCൻ്റെ വാല്യൂ തരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ 4 കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ അല്ല, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? നാഷണൽ ഇൻകം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ ജി ഇൻറ്റു എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലയർ ചെയ്താൽ മതി. ഡെൽറ്റ ജി ഇൻറ്റു മൾട്ടിപ്ലയർ ചെയ്താൽ മതി. സോ ഡെൽറ്റ ജി ഇൻറ്റു മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിൽ 100 ഇൻറ്റു എത്രയായിരിക്കും? 4 ആയിരിക്കും. ദാറ്റ് ഈസ് 400 ആയിരിക്കും ഇവിടെ എന്ത് പറയുന്നുണ്ടാവുക? നമ്മുടെ ഗവൺമെൻറ്
മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് 100 crores മാത്രമാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളെങ്കിൽ അതിൻ്റെ 4 times മൾട്ടിപ്ലയർ എഫക്റ്റ് എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഇക്കണോമിയിൽ ഇൻകം ജനറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ 400 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതർവൈസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഇക്വേഷൻ ആണ് എന്ത് പറയുന്നത്, ഡി എന്ന് പറയുന്നത് എന്താണ്, 1 divided by 1 minus MPC into 1 divided by 1 minus MPC into 1 minus ടാക്സ് റേറ്റ്. സോ നിങ്ങൾക്ക് MPCയും ടാക്സ് റേറ്റും ആണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗവൺമെൻറ് മൾട്ടിപ്ലയർ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആയോ ഗൈസ്? സോ ഡി ഇസ് എ കറക്റ്റ് ആൻസർ കേട്ടോ. ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നമ്മളങ്ങനെ ആൻസർ കാണാതെ പോവില്ല ഗൈസ്. സോ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ. സോ എഗെയിൻ മാച്ച് ദ ഫോളോയിങ്. 39th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എഗെയിൻ മാച്ച് ദ ഫോളോയിങ്. എന്താണ് പറയുന്നത്, ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് എന്താണ് പറയുന്നത്, ലേബൻസ്റ്റീൻ ആണ് അല്ലേ. സോ നമുക്ക് വളരെ കണ്ണടച്ച് പറയാം എന്താ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ലെസ്സർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി അല്ലെങ്കിൽ എന്താണ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഗ്രോത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പുഷ് വേണം അവിടെ അല്ലേ. നമുക്ക് ബിഗ് പുഷൊക്കെ അതിലാണ് പറയുന്നത്, റോഡിൻ്റെ ബിഗ് പുഷൊക്കെ പറയുന്നത് ഒരു പുഷ് വേണം. ദാറ്റ് മീൻസ് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം, അവരാദ്യം എന്ത് ചെയ്യണം, സർവൈവ് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം, അവർക്ക് എന്ത് ചെയ്യണം, കൂടുതലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം, അവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇനീഷ്യൽ ഒരു ബൾക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തണം. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് എന്ന് പറയുന്നത്. ഇതിനെ എച്ച് ലേബൻസ്റ്റീൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും പഠിക്കാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ഇപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അയാൾ പഠിച്ച് കാണല്ലേ, അയാൾ നമ്മുടെ കൂടെ തന്നെ നല്ല മാർക്ക് വാങ്ങി കാണണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അയാൾ വളരെ എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കൂലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം അയാൾക്ക് പറഞ്ഞ് എന്ത് ചെയ്യും, പഠിപ്പിച്ച് കൊടുക്കും. ദെൻ എന്ത് ചെയ്യും, നമ്മൾ കൂടെ തന്നെ എന്ത് ചെയ്യും, അവരിരുത്തി നമ്മൾ എന്ത് ചെയ്യും, പഠിപ്പിച്ച് കൊടുക്കും അല്ലേ. അപ്പോൾ ആ ബേസ് ആദ്യം പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ലെസ്സർ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോവർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയെ നമ്മൾ ഗ്രോത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ ലെസ്സർ ഡെവലപ്ഡ് കൺട്രിയെ നമുക്ക് ഡെവലപ്ഡ് ആയിട്ട് വരണമെങ്കിൽ ആദ്യം ഒരു ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇടണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഉയർത്തിക്കൊണ്ടുവരണം. അതിനാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിയറിയിൽ എച്ച് ലേബൻസ്റ്റീൻ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ദ ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ അല്ല, ഇറ്റ് ഇസ് എ ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ. ഏതാണ്, സോളോ മോഡൽ അല്ലേ. സോളോ മോഡലാണ്. കാരണം എന്താണ്, എൻഡോജിനസ് ഗ്രോത്ത് മോഡലാണ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ സോളോ മോഡലിനെ നമുക്ക് എന്തും വിളിക്കാം, ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ എന്ന് വിളിക്കാം. ദെൻ ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ റോസ്റ്റോൻ്റെ തിയറിയിലുള്ള റോസ്റ്റോൻ്റെ ഗ്രോത്തിൻ്റെ എന്തുണ്ട്, സ്റ്റേജസ് ഉണ്ട്. ട്രഡീഷണൽ സൊസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ട്രഡീഷണൽ സൊസൈറ്റി അതിന് 5 സ്റ്റേജ് ഉണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു 5 സ്റ്റേജിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആണ് എന്ത് പറയുന്നത്, ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ അല്ലേ. നമുക്ക് എന്തായാലും ആ സ്റ്റേജ് നോക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ റോസ്റ്റോ സ്റ്റേജ് ജസ്റ്റ് മറന്നുപോയി. ഓക്കെ. ആദ്യം വരുന്നത് എന്താണ്, ട്രഡീഷണൽ സൊസൈറ്റി ആണല്ലോ. അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ ആദ്യം വരുന്ന ട്രഡീഷണൽ സൊസൈറ്റി ആണ്. പിന്നെ എന്താണ്, പ്രീ കണ്ടീഷൻ ഫോർ ദ ടേക്ക് ഓഫ് അല്ലേ. പ്രീ കണ്ടീഷൻ ഫോർ ദ ടേക്ക് ഓഫ് ആണ്. പിന്നെ വരുന്നത് എന്താണ്, ടേക്ക് ഓഫ് ആണ്. ദെൻ ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് എന്താണ്, ഡ്രൈവ് ടു മെച്യൂരിറ്റി ആണ് വരുന്നത്. പിന്നെ ഏറ്റവും അവസാനം വരുന്നതാണ് എന്ത് പറയുന്നത്, ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ ഇപ്പോൾ ഈ ഒരു 5 സ്റ്റേജിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു കൺട്രി എന്ത് ചെയ്യുന്നുണ്ടാവുക, ഗ്രോത്തിൻ്റെ പാത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവുക. ഈ ഒരു 5 സ്റ്റേജിലൂടെ എന്തായിരിക്കും ഓരോ കൺട്രിയും എന്ത് ചെയ്യുന്നുണ്ടാവാം, ഗ്രോത്തിൻ്റെ പാത്ത് അച്ചീവ് ചെയ്യുന്നതിലൂടെ ഈ 5 സ്റ്റേജിലൂടെ എന്ത് ചെയ്യും, കടന്നു പോകുന്നതാണ് അദ്ദേഹം പറയുന്നത്. സോ ഡി എന്ന് പറയുന്നത് 3 ആണ്. ഡെമോഗ്രാഫി ട്രാൻസിഷൻ തിയറി എന്ന് പറയുന്നത് CP ബ്ലാക്കർ ആണ്. സോ എ എന്ന് പറയുന്നത് എന്താണ്, 4 ആണ് അല്ലേ. എ എന്ന് പറയുന്നത് 4 ആണ് നമുക്കറിയാം. എ എന്ന് പറയുന്നത് 4 ആയിട്ട് വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, ഡി ആണെന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് 4 ആയിട്ട് വരുന്നത്. എ എന്ന് പറയുന്നത് 4 ആണ്. ദ ന്യൂ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് എന്ന് പറയുന്നത് എച്ച് ലേബൻസ്റ്റീൻ ആണ്. ദെൻ ബി എന്ന് പറയുന്നത് എന്താണ്, ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ സോളോ ആണ് അല്ലേ. സോളോ ആണ് എന്ന് പറയുന്നത് ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ. എക്സോജിനസ് ഗ്രോത്ത് മോഡലാണ്. സി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ട്രാൻസിഷൻ തിയറി എന്ന് പറയുന്നത് CP ബ്ലാക്കർ ആണ്. ഡി എന്ന് പറയുന്നത് 2 ആണ്. എന്ന് പറയുന്നത് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ എന്ന് പറയുന്നത്, അതായത് റോസ്റ്റോൻ്റെ 5 സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്തിൻ്റെ തിയറിയിൽ പറയുന്ന 5ാമത്തെ സ്റ്റേജ് ആണ് എന്ത് പറയുന്നത്, ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ട്രഡീഷണൽ സൊസൈറ്റി ആണ്. പിന്നെന്താണ്, പ്രീ കണ്ടീഷൻ ഫോർ ദ ടേക്ക് ഓഫ് ആണ്. പിന്നെ വരുന്നത് എന്താണ്, ടേക്ക് ഓഫ് ആണ്. പിന്നെന്താണ്, ഡ്രൈവ് ടു മെച്യൂരിറ്റി ആണ് വരുന്നത്. ദെൻ ഡ്രൈവ് ടു മെച്യൂരിറ്റി കഴിഞ്ഞാൽ ഏറ്റവും അവസാനമാണ് എന്ത് വരുന്നത്, ദ ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ,
സോ ഈ ഒരു ഫൈനൽ ക്വസ്റ്റ്യനിൽ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് അത് ഏത് മോഡലാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഓരോ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ ഏജ് ഗ്രോത്ത് മോഡൽ ഇൻ വിച്ച് ദർ ഇസ് എ ഡിമിനിഷിംഗ് റിട്ടേൺ സ്കെയിൽ ഓൺ ദി ഫാക്ടേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ. അതായത് ആ ഒരു മോഡൽ എന്തായിരിക്കണം, അസ്യൂം ചെയ്തിരിക്കണം എന്ത്, ഡിമിനിഷിംഗ് റിട്ടേൺ ഓൺ ദി ഫാക്ടേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ. ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, റിട്ടേൺസ് ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തായിരിക്കണം, ബേസിക് അസംഷൻ ആയിട്ട് ഉണ്ടായിരിക്കണം. ബട്ട് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആൻഡ് ദി എക്സോജീനിയസ് ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻ ദി ജനറേഷൻ ഓഫ് ദി ലോങ് ടൈം ഇക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ എക്സോജീനിയസ് ഗ്രോത്ത് മോഡലാണ്. അതുപോലെ തന്നെ എന്താണ്, ഡിമിനിഷൻ റിട്ടേൺസ് ഓൺ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെ മോഡൽ എന്തായിരിക്കും, ഡിമിനിഷൻ റിട്ടേൺസ് ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും. എക്സോജീനിയസ് ഗ്രോത്ത് മോഡലാണ് എന്ത്, ടെക്നോളജി എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത് വേറൊരു രാജ്യത്തിൽ നിന്നാണ്. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ദെൻ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിലാണ്. കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിലാണ് എന്ത് ചെയ്യുന്നത്, അവരെന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദി എക്സോജിനസ് ടെക്നോളജിക്കൽ ചേഞ്ച്. അപ്പോൾ ഇവിടെ എക്സോജിനസ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ആരായിരിക്കും, സോളായിരിക്കും. സോ അതിനെന്തായിരിക്കും, ഡിമിനിഷൻ റിട്ടേൺ ടു റിട്ടേൺസ് ഓൺ ദി ഈച്ച് ഫാക്ടേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ. എല്ലിൻ്റെയും കെയിൻ്റെ മുകളിൽ ഡിമിനിഷൻ റിട്ടേൺസ് ടു സ്കെയിലാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും, അതും എന്തായിരിക്കും, സോളോ മോഡലായിരിക്കും. സോ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവുക. സോ ഡി ഈസ് എ കറക്റ്റ് ആൻസർ. D is a correct answer. ഓക്കെ. സോ ഫൈനലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ 2020 സെപ്റ്റംബർ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. സോ ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. 2020 സെപ്റ്റംബർ എന്ത് ചെയ്തിട്ടുണ്ട്, 2026 25 അല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ 26 ഇട്ടാ. 20 എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്റ്റംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 40 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പാർട്ട് മിസ്സായവരുണ്ടെങ്കിൽ മാക്സിമം പോയി കാണാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻസ് ആയിട്ടിടുക. സോ എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ നമുക്ക് ടുഗെദറായിട്ട് നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോവാം. എക്കണോമിക്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻഡ് വളരെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. സോ അടിപൊളിയായിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. സോ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്.